ഇനി ഗായ്സ് നമ്മൾ ഈ ഒരു ബക്കറ്റ് വെച്ചുകൊണ്ടേ വെള്ളത്തിൻ്റെ അടിയിൽ ശ്വസിക്കാൻ പോകട്ടോ. അപ്പം ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂടെക്കിൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. വെറൈറ്റി എന്താ വെച്ചാൽ നമ്മളിന്ന് 2 ബക്കറ്റ് വെച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ പൊന്തി നിൽക്കാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ കാണാൻ അങ്ങനെ ആരും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനത്തെ വീഡിയോ ഒന്നും കാണാൻ സാധ്യതയില്ല. അപ്പോൾ എൻ്റെ സ്വന്തം ഐഡിയ വെച്ചാണ് ചെയ്ത് വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വേറെ കുപ്പിയോ കാര്യങ്ങളോ തെർമാക്കോളോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് 2 ബക്കറ്റും കൊണ്ട് ജസ്റ്റ് വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുക, വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ ഒരു ഹൈ ലെവൽ സെറ്റപ്പ് ആട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന കേട്ടോ. ഇന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ആ ഒരു ബക്കറ്റ് വെച്ചാണ് നമ്മൾ ശ്വസിക്കുന്നുണ്ട്. അതായത് വെള്ളത്തിൻ്റെ അടിയിൽ ആ ഒരു ബക്കറ്റ് മാത്രം വെച്ചാണ് ശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കാണണമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. അപ്പോൾ എന്നാൽ മാത്രമേ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നേരെ വീഡിയോ ഇട്ട് പോയാലോ. അപ്പോൾ വീഡിയോക്ക് മുന്നായിട്ട് നമ്മൾ ചാനൽ ആദ്യം കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ കുഞ്ഞ് ബെല്ലേക്ക് വരും. ആ ബെല്ലേക്കാണ് ഓൾ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോയാലോ. അപ്പോൾ ഗായ്സ് നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് വേണ്ടത് 2 ബക്കറ്റ് കേട്ടോ. അപ്പോൾ ഏകദേശം സെയിം ആയുള്ള ബക്കറ്റ് നമുക്ക് എടുക്കണം. അപ്പോൾ വലിപ്പം കുറഞ്ഞ ബക്കറ്റിന് എടുക്കാനുണ്ട്. കാരണം എന്താ വെച്ചാൽ മറിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ 2 സെയിം ആയിട്ടുള്ള ബക്കറ്റ് എടുത്ത് തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഗായ്സ് ഇതായിട്ട് നമ്മുടെ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഏകദേശം ഒരേ സെയിം ആയുള്ള ബക്കറ്റ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പിടിച്ച് കഴിഞ്ഞാലും ചെറിയൊരു മാറ്റ വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ ഈ ബക്കറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞുതരാം. ഇനി ഗായ്സ് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബക്കറ്റ് ജസ്റ്റ് നമ്മൾ ഈ മേൽഭാഗത്തോട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ ബക്കറ്റ് വേണ്ടേ, സോറി ഗായ്സ് നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ബക്കറ്റ് പാടെ എടുക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബക്കറ്റ് ജസ്റ്റ് ചെയ്താൽ ഈ രീതിയിൽ വെക്കാം കേട്ടോ. ഇനി രണ്ടാമത്തെ ബക്കറ്റും അതുപോലെ തന്നെ ഈ രീതിയിൽ വെക്കാം. അപ്പോൾ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ബക്കറ്റിലോട്ടൊന്നും വെള്ളം കയറില്ല കേട്ടോ. അപ്പോൾ കയറില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഞാനൊന്നും കയറിയിട്ടില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് കോപ്പ് വെച്ചാണ് ചെയ്ത്. അപ്പോൾ അങ്ങനെയൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ആവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ വെച്ചാണ് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഭാഗം വിടാൻ പറ്റുള്ളൂ. വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലോട്ട് ചാടുന്നതാണ്. അപ്പോൾ വിട്ട് കൊടുക്കാതെ ജസ്റ്റ് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി നിൽക്കും കേട്ടോ. അപ്പോൾ ആ രീതിയിലേക്കാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. This song dedicated to my boys. Yeah, 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 yeah. പാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട. അപ്പോൾ ഗായ്സ് നമ്മൾ കുളത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളത്തിൻ്റെ ഇവിടെ നിന്നാണ് ഇനി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം കുളത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെള്ളം കാര്യങ്ങളും എത്തുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു ബക്കറ്റ് ഇവിടെ ഉണ്ട്, മറ്റേ ബക്കറ്റ് ഇവിടെ ഉണ്ട്. എന്തായാലും ഈ ബക്കറ്റ് വെച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ. ജസ്റ്റ് നമ്മൾ ബക്കറ്റ് വെച്ചാണ് നോക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ 2 ബക്കറ്റ് 2 ബക്കറ്റാണ് വെച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രീതിയിലൊക്കെ വെച്ച് കണ്ടാട്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഈ രീതിയിൽ വെക്കും, എന്നിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാനാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. എന്തായാലും ആ രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വർക്ക് ആവാതിരിക്കാം ആ രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പാട്ടുകാർക്ക് വേണ്ട. അപ്പോൾ ഗായ്സ് നമ്മൾ ആദ്യത്തെ ടെസ്റ്റ് സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം അല്ല കുറേ ദൂരമൊക്കെ അത് വെച്ചാണ് പോകാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെച്ച് കാണുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. പല ഭാഗത്തു നിന്നുള്ള വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ഗൈസ് പൊന്തിക്കുന്നുണ്ട്.
അടിപൊളിയായിട്ട് തന്നെ വീഡിയോ വന്നിട്ടുണ്ട്. ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടോ അതിന് വല്ല കുപ്പിയോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ 2 ബക്കറ്റ് വെച്ചുകൊണ്ട് മാത്രം നമ്മൾ വെള്ളത്തിലൂടെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ വീട് എത്ര ഉള്ളൂ, എന്തായാലും ഈ 2 ബക്കറ്റ് വെച്ചാണ് നമ്മൾ അവിടെയൊക്കെ പോയി വന്നത് കേട്ടോ. അപ്പോൾ വേറെ കുപ്പിയോ കാണുമെന്ന് നമ്മൾ സെറ്റ് ചെയ്യില്ല. ചിലർക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ എന്താണ്ട് പറയും കുപ്പിയോ കാണാൻ എന്തെങ്കിലും സെറ്റ് ചെയ്താണ് പോയിരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ 2 ബക്കറ്റ് വെച്ചാണ് മാത്രമേ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതിന് പിന്നിൽ ചെറിയൊരു സയൻസ് ഉണ്ട്, ആ സയൻസ് ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും അത് മുഖാന്തരം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോകാൻ പറ്റുന്നു കേട്ടോ. ഇനി ഗൈസ് നിങ്ങൾക്ക് ഞാൻ ചെറിയ ട്രിക്ക് കാണിച്ചു കേട്ടോ. അതായത് ഈ ബക്കറ്റ് വെച്ചാൽ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ ശ്വസിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിന് പിന്നിൽ ചെറിയ സയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കട്ടോ. എന്തായാലും ജസ്റ്റ് വെള്ളത്തിൻ്റെ അടിയിൽ ഇത് വെച്ചാണ് അല്ല വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കാട്ടോ. ഇത് വെച്ചാണ് മാത്രം വേറെ കുപ്പിയോ ഓക്സിജൻ ഒന്നും വെള്ളത്തിൻ്റെ അടിയിലോട്ട് കൊണ്ടുപോകുന്നില്ല, ഇത് മാത്രം വെച്ചാണ്ടാണ്. അപ്പോൾ എങ്ങനെ സയൻസ് നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് കാണാം. എന്തായാലും നമുക്ക് ഇത് വെച്ചാണ് ടെസ്റ്റ് ചെയ്തോ കേട്ടോ. അപ്പോൾ കുറേ നേരം ശ്വസിക്കാൻ പറ്റും, എന്തായാലും നല്ല ശ്വസിക്കാം. അപ്പോൾ ഗൈസ് ഇതിന് പിന്നിലെ സയൻസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ചുറ്റുപാട് ഫുള്ളായിട്ട് വായു ഉണ്ട്. അപ്പോൾ ഈ വായു എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ അടിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് കുമിളകളായിട്ട് മുകളിലോട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കുമിളകളെ ഫുള്ളായിട്ടാണ് ജസ്റ്റ് തടഞ്ഞു നിർത്തി. നമ്മൾ തടഞ്ഞു നിർത്തി പറഞ്ഞാൽ ജസ്റ്റ് ബക്കറ്റ് വെച്ചാണ് അതിനെ ഫുള്ളായിട്ട് തന്നെ കമഴ്ത്തി നിർത്തി. അപ്പോൾ കമഴ്ത്തി നിർത്തിയപ്പോൾ ജസ്റ്റ് അതിന് മുകൾ ഭാഗത്തോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ വന്നു വെള്ളത്തിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ. നമ്മൾ ജസ്റ്റ് ഒരു ബക്കറ്റ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ഈ വായുവിൽ ജസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ ആ ബക്കറ്റ് ഫുള്ളായിട്ട് വായു നിറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഈ വായുവിനെയും കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയത്. ജസ്റ്റ് കാണാനുണ്ട് വെള്ളത്തിൻ്റെ അടിയിലോട്ടല്ല, ആ ബക്കറ്റും കൊണ്ട് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി വെച്ചത്. അപ്പോൾ ഈ വായു ഇതിനകത്തുണ്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിന് അതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വായു എപ്പോഴും മുകളിലോട്ട് ഒരു ബലം ഇങ്ങനെ ചലത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ബലം കാരണമാണ് ജസ്റ്റ് വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി നിന്നിട്ട് 2 ബക്കറ്റ് ഇങ്ങനെ പിടിച്ച സമയത്ത് പൊന്തി നിന്ന്. അപ്പോൾ ഇതാണ് ജസ്റ്റ് അതിൻ്റെ പിന്നിലെ സയൻസ് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ വെച്ചാണ് പറഞ്ഞതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഇവിടെ യൂട്യൂബിൽ നോക്കിയാണെന്ന് പറഞ്ഞതല്ല, എൻ്റെ ഒരു സ്വന്തം ഐഡിയ വെച്ചാണ് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ ഇതിൽ വല്ല തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ, വല്ല തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഇത്ര തന്നെയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും ബക്കറ്റ് ജസ്റ്റ് ഇങ്ങനെ തലയിലൂടെ ഇട്ടാണ് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോയിക്കാണ് ശ്വസിക്കുന്നത്. അതായത് പുറത്തുനിന്ന് വായു എടുക്കാതെ വെള്ളത്തിന് അടിയിൽ നിന്ന് ശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ബക്കറ്റ് പുറത്ത് വെക്കുന്ന സമയത്ത് ആ ബക്കറ്റിലോട്ട് ഫുള്ളായിട്ട് വായു നിറഞ്ഞിരിക്കും. അപ്പോൾ ആ വായുവിനും കൊണ്ടാണ് ജസ്റ്റ് വെള്ളത്തിന് അടിയിലോട്ട് പോയി കിട്ടുക. അപ്പോൾ ആ വായു നമ്മൾ പുറത്തോട്ട് സ്വതന്ത്രമാക്കാതെ അതിൻ്റെ അകത്തന്നെ പിടിച്ച് നിർത്തി. അപ്പോൾ ആ വായു നമുക്ക് വെള്ളത്തിന് അടിയിൽ നിന്ന് ശ്വസിച്ചു കേട്ടോ. അപ്പോൾ കുറേ നേരം ശ്വസിക്കാൻ പറ്റില്ല, ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ട് എനിക്ക് ആകെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ശ്വസിക്കുന്നത് വായുവും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും ചെയ്യും. അപ്പോൾ കൂടുതലായിട്ട് വായു ശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, അപ്പോൾ കൂടുതൽ ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 മിനിറ്റ് കൂടുതലായിട്ട് അങ്ങനെ ആരും നിൽക്കരുത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് കുട്ടികൾ ആരും ഇത് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ടൈമൊന്നും എടുക്കരുത്. അപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ വേറെ മുതിർന്നവരുടെ സഹായത്തിലൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാൽ ഇത്രയൊക്കെ തന്നെ കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങൾ അല്ലോണ്ട് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കേട്ടോ. കമൻറ്റ് എന്തായാലും കുഴപ്പമില്ല, എന്ത് കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. അപ്പോൾ ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ.